എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതെ, നിങ്ങൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വീട് പണിയാൻ ആഗ്രഹിക്കാത്ത ആരല്ലേ ഉള്ളത്? എൻ്റെ പുറകെ വീട് കണ്ടോ? നല്ല മനോഹരമായിട്ടുള്ള വീടല്ലേ. ടാറ്റാ പ്രവേശിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് ഈ വീട്ടിൽ പരിപൂർണ്ണമായിട്ട് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തടി ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് ടാറ്റാ പ്രവേശ് എന്ന കമ്പനിയുടെ ഡോർസ് ആൻഡ് വിൻഡോസ് ഉപയോഗിച്ചേക്കണമെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ. അപ്പോൾ നമ്മുടെ തൊടുപുഴയിലുള്ള ഫോർച്യൂണോ എന്നൊരു ഡീലറാണ് ഇതൊക്കെ ഈ വീട് മുഴുവനായിട്ടും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തായിട്ടുള്ളൊരു വീട്ടിലാട്ടോ. ഈ വീട് പൂർണ്ണമായിട്ടും ടാറ്റാ പ്രവേശിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ് ഉപയോഗിച്ച് പണിതിട്ടുള്ള വീടാണ്. അപ്പോൾ നമുക്ക് ആ ഡീലറോട് തന്നെ ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം. എന്തെങ്കിലും വിശേഷം? സുഖമല്ലേ? രാവിലെ നല്ല മഴയൊക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് ടാറ്റാ പ്രവേശ് എന്ന കമ്പനിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ? എന്താണ് ടാറ്റാ പ്രവേശ്? ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു സമയത്ത് ഒരുപാട് കമ്പനികളുണ്ടല്ലോ ഈ ഡോർസ് ആൻഡ് വിൻഡോസ് പണിയുന്നത്. നമുക്ക് ലോക്കലായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് മറ്റ് കമ്പനികളായിട്ടുള്ള പ്രത്യേകത ഒന്ന് പറയാമോ? ടാറ്റയുടെ അണ്ടറിലുള്ള സ്റ്റീൽ ഡോസിന്റെയും വിൻഡോസിന്റെയും ഫേമിന്റെ പേരാണ് ടാറ്റാ പ്രവേശ്. അവരുടെ പ്രീമിയം ഡീലറാണ് ഞങ്ങളുടെ ഫേമിന്റെ പേര് ഫോർച്യൂണോ എന്നാണ്. ഫോർച്യൂണോ തൊടുപുഴയും കൂത്താട്ടുകുളത്തും നമുക്കുണ്ട്. നമുക്ക് ഇവിടെയുള്ള എല്ലാ ഡോസും വിൻഡോസും ബെഡ്റൂം ഡോർ എല്ലാം നമ്മുടെ തന്നെയാണ് സാർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം അല്ലേ? ഈ ഡിസ്ട്രിക്റ്റിൽ ആര് ഡോറ് വിൻഡോസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാലും നിങ്ങൾ റെഡി ആക്കി നമുക്ക് അതിൽ കോൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ടാറ്റയുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ടാറ്റ പ്രൊഫഷണൽ പഞ്ചിങ് ഉണ്ട്. നമുക്ക് അതർ ബ്രാൻഡുകളിലെ ടാറ്റ സ്റ്റീലിനാണെന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഡോർ ആയാലും വിൻഡോസ് ആയാലും ടാറ്റയുടെ പ്രൊഫഷണൽ പഞ്ചിങ് പ്രൊജക്റ്റഡാണ്. നമുക്ക് കൈ ഓടിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. പിന്നെ സർവീസസ് എല്ലാം ടാറ്റയുടെ തന്നെ അണ്ടറുള്ള ഒരു ടീമിന്റെ കെയർ ഓഫിലാണ് വരുന്നത്. പ്രൊഡക്ഷൻ അത് ബുക്കിംഗ് എല്ലാ ടൈമിലും ടാറ്റയിൽ നിന്നുള്ള മെസ്സേജസും ബുക്ക് ചെയ്ത നമ്പറിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇതൊരു സ്റ്റീൽ ഡോറല്ലേ ശരിക്കും? അപ്പൊ ഇതിന്റെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മുടെ ബേസ് പ്രൈസിന് 1 ഇയർ വാറണ്ടി. നമുക്ക് അഡീഷണൽ വാറണ്ടിക്ക് നമുക്ക് AMC എന്നാ പറയാ, 800 റുപ്പീസ് ആണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. അത് ഡോസിനും അത് കസ്റ്റമറിന്റെ ഇഷ്ടമാണ് വേണമെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ടൈമിൽ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. അതിൽ എന്ത് മാനുഫാക്ചറിംഗ് ഡിഫക്ട്, കളറിന് ഫെയ്ഡ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോക്കിന്റെ മെക്കാനിസം, ഇത്രയും കാര്യത്തിലാണ് നമ്മളത് കവേർഡ് ആവുന്നത്. ഓരോ സൈസുകൾക്ക് ഓരോ വിലയല്ലേ? സൈസിനല്ല ടാറ്റാ പ്രവേശിലെ വ്യത്യാസം അതാണ്. നമുക്ക് ഫ്രണ്ട് ഡോറിൽ 90, 100, 110, 120 സൈസിൽ അവൈലബിൾ ആണ്. സൈസ് മാറുന്നതനുസരിച്ച് നമുക്ക് റേറ്റ് ചേഞ്ച് ഇല്ല. അത് ടാറ്റ അധികം പരസ്യം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പം ന്യൂസിലായാലും അങ്ങനെ ഇല്ല. നമുക്ക് കസ്റ്റമേഴ്സ് തന്നെ സ്റ്റഡി ചെയ്ത് അങ്ങനെ വരുന്നതാണ്. നമുക്ക് ഡബിൾ ഷട്ടർ എന്നുള്ള ഓപ്ഷനാണ്. ഡബിൾ ഷട്ടറിൽ തന്നെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇത് അൺഇക്വൽ മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് ഈക്വൽ ഡിവിഷൻ വരും, അതായത് കറക്റ്റ് സെന്റർ ഡിവിഷൻ വരും. പിന്നെ വരുന്നത് ഇത് പ്ലെയിനും ഇവിടെ നമുക്ക് എംബോസ് ചെയ്ത് വരും. അങ്ങനെ 3 മോഡലുണ്ട്. ലോക്ക് നമുക്ക് ഇതിൽ വെർട്ടിക്കൽ ഹാൻഡിലും ഉണ്ട്, നോർമൽ ടൈപ്പ് ഹാൻഡിലും ഉണ്ട്. ഇതിന് നമ്മൾ H ഹാൻഡിൽ എന്നാ പറയാം. ഇത് പല അളവിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ പീപ്പ് ഹോൾ ഉണ്ടാവും, ഹാൻഡിൽ ഉണ്ടാവും, 2 ലോക്കേഴ്സ്, പ്രൈമറി സെക്കൻഡറി ലോക്ക് ഉണ്ടാവും. SS 304 3 ഹിഞ്ചസ്. നമുക്കിതിൽ ഒത്തിരി പിന്നുകൾ കയറുന്ന രീതിയിലല്ല. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവും ഇവിടെ. പിന്നെ അകത്ത് 2 ടവർ ബോൾട്ട്. ഇത്രയാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഇത് വുഡ് ഫിനിഷിന്റെ ഒരു പാറ്റേൺ ആണ്. നമുക്ക് കളർ അവൈലബിൾ എന്ന് പറയുന്നത് 5 വുഡ് ഫിനിഷിന്റെ പാറ്റേണിലും പിന്നെ വൈറ്റും കോഫി ബ്രൗൺ കളറുമാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇതിനകത്ത് 2 ടവർ ബോൾട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് കൺസീൽഡ് ടവർ ബോൾട്ട് എന്നാ പറയാ. ഇത് സ്മോൾ ടൈപ്പ്, ഈ ചെറിയ ചൈൽഡ് പോർഷനിൽ വരുന്നതിൽ ഈ ടൈപ്പ് ആയിരിക്കും. ഈ പീസിൽ വരുമ്പോൾ നോർമൽ ടൈപ്പ് ടവർ ബോൾട്ടാണ്. 12 ഇഞ്ചിന്റെ ടവർ ബോൾട്ടാണ്. ഇത് ഡോർസെറ്റിന്റെയാണ് വരുന്നത്. നമുക്ക് ടാറ്റ പ്രൊഫഷന്റെ എല്ലാ ഹാർഡ്വെയർസും ഡോർസെറ്റ് ആണ് വരിക. അപ്പോൾ നമ്മുടെ വിൻഡോസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ഈ വിൻഡോസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മൾ സാർ സെലക്ട് ചെയ്ത ബ്രൗൺ കളറാണ്. നമുക്ക് ടാറ്റയിൽ ബ്രൗൺ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, ദെൻ വുഡ് ഫിനിഷ് ഉണ്ട്. ഈ മോഡലിന്റെ പേര് പെബിൾ എക്കോ അൾട്ടിമ എന്നാണ്. പെബിൾ എക്കോ അൾട്ടിമ. കൂടുതലും ആൾക്കാർ ഇതല്ലേ എടുക്കുന്നത്? നമുക്ക് കോഫി ബ്രൗൺ ആണ് ഇപ്പോൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അത് ഗ്രിൽ അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ഇത് നോർമൽ ഗ്രിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ വരുന്നതാണ്. അതെ, ഇത് ഫ്രഞ്ച് വിൻഡോസ് ആണ്. 180 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഫ്രഞ്ച് വിൻഡോ 3 പാളിയുടെ 150 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. 180. ഇത് ഫുൾ ഹൈറ്റിലാണ്, പാർട്ടീഷൻ ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. സ്റ്റോപ്പർ ഉണ്ടാവും. നമുക്ക് ലോക്ക് സിസ്റ്റം ഈ ഒരു ടൈപ്പിലായിരിക്കും, പ്രസിംഗ് ലോക്ക് സിസ്റ്റം അല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് വീടിന്റെ ഉൾവശം. നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡോറുകൾ ഒന്ന് കാണാനല്ലേ പരിചയപ്പെടാം. നമുക്ക് ഇവിടെ ബെഡ്റൂമിലെല്ലാം തന്നെ ടാറ്റ പ്രൊവേശിന്റെ ഡോർസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് കോഫി ബ്രൗൺ കളറുള്ള ഡോർ എന്ന് പറയുന്നത്. ഇത് 4 ഇഞ്ചാണ് ഇതിന്റെ ഫ്രെയിം തിക്നെസ്. ബെഡ്റൂമിലേക്ക് നമ്മൾ 4 ഇഞ്ചാണ്. നമുക്ക് 6 ഇഞ്ചിലും 8 ഇഞ്ചിലും അവൈലബിൾ ആണ്. ബെഡ്റൂം ഡോർസ് അല്ലേ? ഫ്രണ്ട് ഡോറും നമുക്ക് അതുപോലെ തന്നെ അവൈലബിൾ ആണ്. ബെഡ്റൂമിലേക്ക് നമ്മൾ 4 ഇഞ്ചിന്റെ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്.
ഡോർ സെറ്റിന് തന്നെ ലോക്ക് ഉണ്ട്, ഒരു ഇതുണ്ടാവും, അകത്ത് ടവർ ബോൾട്ട് ഉണ്ട്. ഓക്കെ, ഇതിന് എത്ര ലോക്ക് സിസ്റ്റം ഉണ്ട് ഈ ബെഡ്റൂം ഡോറിന്? ഇത് ഇവിടെ ഒരു ലോക്ക് സിസ്റ്റം, മുകളിൽ ടവർ ബോൾട്ട് രണ്ടെണ്ണം. ടവർ ബോൾട്ട് രണ്ടെണ്ണം, അതുപോലെ തന്നെ. ബ്രൗൺ കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു ഗ്രേ കളറും അവൈലബിൾ ആണ്. അത് കസ്റ്റമറിന്റെ ഡിമാൻഡ് അനുസരിച്ച് റേറ്റ് വ്യത്യാസമില്ല. ഇത് നമുക്ക് എംബോസ് ചെയ്യാം. ഇതുപോലെ തന്നെ 4 ഡിസൈൻ വേറെ ഉണ്ട്. ഇതിൽ ഏറ്റവും മൂവ്മെന്റ് ഉള്ള ഡിസൈൻ ഇതാണ്. കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലേ. അപ്പൊ നമുക്ക് ഇനി കിച്ചന്റെ ഡോർന്ന് കാണാം. ഇത് ഇവിടുത്തെ കിച്ചൺ ഡോർ ആണ്. നമ്മൾ ഇതിൽ സാർ എടുത്തേക്കുന്നത് വുഡ് ഫിനിഷിന്റെ ആണ്. ഇതും 4 ഇഞ്ചിന്റെ ഫ്രെയിമിലാണ് എടുത്തിരിക്കുന്നത്. സെയിം ഹാർഡ്വെയർസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇത് പ്ലെയിൻ ഡിസൈൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ കിച്ചൺ ആട്ടോ, ഓപ്പൺ കിച്ചൺ ആണല്ലേ? ഓക്കെ, അപ്പൊ കിച്ചന്റെ ഈ വിൻഡോയുടെ സൈസ് എത്രയാണ്? നമുക്കിത് 100 ആണ് ഹൈറ്റ് വരുന്നത്. കിച്ചണിലെല്ലാം 100 സെന്റിമീറ്റർ, വീതി നമുക്ക് 50, 100, 150, 200. ഇത് 3 പാളിയുടെ 2 വിൻഡോസ് ആണ് സാർ സെലക്ട് ചെയ്തത്. 100 ഹൈറ്റ്. കൗണ്ടർ സ്ലാബ് വരുമ്പോൾ നമ്മൾ ഹൈറ്റ് കുറഞ്ഞായിരിക്കും. ബെഡ്റൂമിൽ വരുമ്പോൾ 140 സെന്റിമീറ്റർ, ഫ്രഞ്ച് വിൻഡോ വരുമ്പോൾ 180 സെന്റിമീറ്റർ. ടാറ്റയുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിന് ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഇതോടെ നോക്കിയിരുന്നത്. അതെ, നമ്മുടെ ടാറ്റ നെക്സോൺ വണ്ടി എടുക്കുമ്പോൾ അല്ലേ? കറക്റ്റ്. അത് പറയും, നമ്മൾ ഇവരുടെ ഷോപ്പിൽ പോയി, തൊടുപുഴയുള്ള ഷോപ്പിൽ പോയി, നമ്മളോട് നല്ലൊരു എന്താ പറയുന്നത്, ഭയങ്കര സഹകരണമാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും സംശയങ്ങൾ എന്തുണ്ടെങ്കിലും അവർ കറക്റ്റ് എപ്പോഴാണെങ്കിലും നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുകയും നമ്മുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തരികയും എല്ലാം കൃത്യമായിട്ട് അവർ നമുക്ക് ചെയ്തു തന്നു. ഒരു സാധാരണ പ്രേക്ഷകനുള്ള ഒരു ചോദ്യമായിരിക്കും, ഈ എന്നാ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ഇനീഷ്യൽ കോസ്റ്റ് ടാറ്റയുടെ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ പക്ഷെ അത് നമുക്ക് ഭാവിയിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതലാണെന്ന് നമുക്ക് തോന്നില്ല അല്ലേ? ഇല്ല, എന്താണെന്ന് വെച്ചാൽ ടാറ്റ പ്രൊവിഷൻ്റെ എല്ലാ പ്രൊഡക്റ്റും ടാറ്റയുടെ ഓൺ അവിടെ തന്നെയാണ്, ടാറ്റ സ്റ്റീൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ നമുക്ക് വിൻഡോസിലായാലും ഫുൾ ഗ്ലാസ് ഗ്രില്ലും എല്ലാം അടക്കമാണ്. ടാക്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാളേഷൻ കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആണിത്. ഇപ്പോൾ തടി ആയാലും വേറെ എന്ത് പ്രൊഡക്റ്റ് ആയാലും നിങ്ങളൊരു 5-6 വർഷം കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യണം. തടിയാണ്, ഒരു പോളിഷിങ് വരും, എന്തായാലും വരും. ആ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. അത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമല്ല നമ്മൾ പെയിന്റ് ചെയ്യണേ, അത് നിങ്ങൾ ലൈഫ് ലോങ് ഉണ്ട്. പീരിയോഡിക് ടൈമിൽ അത് ഉണ്ടാവും. നമുക്കത് ഇനിഷ്യൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ പെയിന്റ് ചെയ്യുന്ന ഒരു ആവശ്യം വരുന്നില്ല. അതെ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നോക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കലി ഒത്തിരി അവൈലബിൾ ആണ്. ടാറ്റ പ്രവേശൻ ആണ് നമ്മുടെ ഫോമിന്റെ പേര്. അതെ, അത് ഞാൻ ആ ഡോറെ കണ്ടില്ലേ, അവരുടെ പഞ്ചിങ് ഉണ്ടാവും, അത് നോക്കി നിങ്ങൾ എടുക്കണം. ഫിനിഷ്ഡിലാണ് വരുന്നത്. ഞാനിപ്പോൾ തൊടുപുഴയുള്ള ഈ ടാറ്റ പ്രവേശൻ ഡിസ്പ്ലേ സെന്ററിലാണ് വന്നേക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോലാനി ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയിട്ടുള്ള KSM ബിൽഡിംഗിലാണ്. എന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറിയിട്ട് ഇവരുടെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടെന്ന് അതുകൊണ്ട് കാണാം. വാ, ഇപ്പൊ നമ്മളിത് ഇതിന്റെ അകത്താണ് നിൽക്കുന്നത്. അവിടെ കൊണ്ട് ഡോറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡോറാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാമോ ഈ സാധനത്തിന്റെ? ഈ മോഡലാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ വരുന്ന നാച്ചുറൽ സീരീസ്, അത് റിഫ്ലക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലാണ് നമുക്ക് ലോക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. നമുക്ക് സാറിന്റെ അവിടെ കണ്ടത് ഡബിൾ ഷട്ടർ ഡോർ. നമുക്ക് ഇവിടെ ഡബിൾ ഷട്ടർ അല്ല, എല്ലാം സിംഗിൾ ഷട്ടർ ഡോറിനാണ്. ഇത് സിംഗിൾ ഷട്ടറിലേ വരത്തുള്ളൂ, നമുക്ക് ഡബിൾ ഷട്ടർ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ നെയിം എന്താണ് ശരിക്കും പറഞ്ഞാൽ? നാച്ചുറൽ സീരീസ് അല്ലെ റിഫ്ലക്ഷൻ മോഡൽ. നാച്ചുറൽ സീരീസിലെ റിഫ്ലക്ഷൻ മോഡൽ ആട്ടോ. അത് കണ്ടത് അത്യാവശ്യം നല്ലൊരു രസമുണ്ടല്ലോ കാണാൻ. നമ്മുടെ കേരളത്തിൽ പോകുന്ന മെയിൻ ഡിസൈനുകളാണ്. ഇതിന് വേറെ 3 ഡിസൈനും കൂടെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് അത്ര ഇതല്ല. അതിന് ശരിക്കും നോർത്തിൽ ഒരു ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ത് തരത്തിലുള്ള വിൻഡോസ് ആണ്? ഇത് സ്ലൈഡിംഗ് വിൻഡോ മോഡലിൽ വരുന്നതാണ്. ഇത് നമുക്ക് 2 ഷട്ടർ, അതായത് 100 സെന്റിമീറ്റർ തൊട്ടേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. 100, 150, 200 കസ്റ്റം ചെയ്യാം നമുക്ക്. ഗ്രില്ലിന് ഇതടക്കം വരും. നമുക്ക് ഇതില് വെള്ളം വന്നാൽ തന്നെ പുറത്തേക്ക് പോകാനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ ആയിട്ട് ഒരു ഓവ് പോലെ പുറത്തുണ്ട്. പിന്നെ നമുക്കിത് ലോക്കാവും, പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അകത്തുനിന്ന് ഇതാക്കിയാൽ മാത്രമാണ് നമുക്കത് ഓപ്പൺ ആവത്തുള്ളൂ. മോഡലാണ് വരുന്നത്. നമുക്കിതില് നമ്പർ ലോക്ക് ഉണ്ട്, വൈഫൈ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. നോർമൽ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ്, സെക്കൻഡറി ലോക്കും ഉണ്ട്. നോർമൽ എല്ലാ ഡോറിന്റെ സെയിം ഫീച്ചേഴ്സ്. ഡിജിറ്റൽ ലോക്ക് ആണെന്നുള്ള ഒരു അഡീഷണൽ മാത്രമാണ് ഇപ്പോൾ. ഈ ഡിജിറ്റൽ ലോക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാണല്ലോ, ഇതിന് നിങ്ങൾ വിചാരിക്കുന്നത് ഈ സാധനം ചിലപ്പോൾ കംപ്ലൈന്റ് ആവുന്നത്. കംപ്ലൈന്റ് ആയാലും വിഷയമില്ല കേട്ടോ, 5 വർഷം വരെ വാറന്റിന് കിട്ടും. പിന്നെ നമുക്ക് ഇതുണ്ടോ, മാനുവലായിട്ട് നമുക്ക് ലോക്ക് തുറക്കാനും പറ്റും കേട്ടോ. അങ്ങനത്തെ സംവിധാനത്തോട് കൂടി വരുന്നതാണ്. എന്തായാലും ഇത് ഒരു ടാറ്റയുടെ ഒരു നൂതനമായിട്ടുള്ള ഒരു ഡോർ തന്നെ കേട്ടോ. ഇത് മെഷ് അടക്കമാണ്. നമുക്ക് ഏത് മോഡലിലും മെഷ് നമുക്ക് ആഡ് ചെയ്യാം. അത് കസ്റ്റമറിനെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അതല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്കൊരു സ്റ്റീൽ ഡോർ ഫിറ്റ് ചെയ്ത ഒരു വീട്ടില് നിങ്ങൾ മെഷ് മാത്രമായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും? അങ്ങനെ ചെയ്യില്ല. ഇത് നമുക്ക് 3 പാളിയുടെ 3 ഷട്ടറിലും അതില് മെഷ് വരും. സിംഗിൾ പാളി ആയിട്ട് വരില്ല. അത് നല്ല ഹെവി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. മെഷ് അത്യാവശ്യം നല്ല സെയിം ഫിനിഷിൽ തന്നെ, ഫ്രെയിമിന്റെ സെയിം ഫിനിഷിലാണ്
ഷട്ടർ ഉണ്ടായിരുന്നു. ഈ ടാറ്റ പ്രവേശിന്റെ ഇവരുടെ തന്നെ 2 ഷോപ്പാണ് ഞാൻ പറഞ്ഞില്ല, ഒന്ന് തൊടുപുഴയിലും ഒന്ന് കൂത്താറളത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂവാറ്റുപുഴ ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയാണല്ലോ ഡയറക്റ്റ് ആയിട്ട് ഇവരെ വിളിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ സർവീസ് എപ്പോഴും അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ കേട്ടോ. ഇവിടെ തന്നെ ഒരുപാട് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. ആ സൈസിലല്ലാത്ത സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ആ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്താണെങ്കിലും ഇവർ തരും കേട്ടോ. അപ്പോൾ ഇവർക്കും നമ്മുടെ ടാറ്റ പ്രവേശിയിലെ തൊടുപുഴയിലേക്കും കൂത്താറളത്തേക്കും സ്വാഗതം.